ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് നോമ്പിൻ്റെ മുന്നേ എടുത്തതാണ്. അപ്പോൾ അപ്ലോഡ് ആക്കുമ്പോൾ നോമ്പായിട്ടുണ്ട്. ഇപ്പോൾ 6:15 സമയം കേട്ടോ. വെളിച്ചങ്ങനെ വെച്ച് വരുന്നേ ഉള്ളൂ. ഞാനൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് പണികളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുക. അപ്പോൾ രാവിലെ തന്നെ ചിലപ്പോൾ പുല്ല് നനക്കും, പിന്നെ പുല്ലിലുള്ള കളകളൊക്കെ കുറച്ചൊക്കെ പറിക്കും. അങ്ങനെ ഒന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കിച്ചണിക്ക് പോവുക. പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് പിന്നെയും മുറ്റത്തേക്ക് തന്നെ ഇറങ്ങും. കുറച്ച് രാവിലെ നനക്കുന്ന തൈകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ കുക്കിങ്ങും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വീഡിയോ ഭയങ്കര ലെങ്തി ആയാൽ നിങ്ങൾക്ക് കാണാനും ബോറാണ്, മടിയായിരിക്കും. പൊതുവേ വ്യൂസ് കുറവാണ്. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മടിയാണ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇതിന് ഇപ്പോൾ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കാക്കയൊക്കെ പോയി. അതിൻ്റെ ഇടയ്ക്കൊരു കിളി അകത്ത് കയറിട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉള്ള പരിപാടി കേട്ടോ, കിളികൾ അകത്ത് കയറൽ. നല്ല വെളിച്ചം ഉണ്ടായതുകൊണ്ട് അപ്പുറത്ത് ഗ്ലാസ് ആണല്ലോ ഫുള്ള്, അപ്പോൾ ഗ്ലാസ് ഇല്ലയെന്ന് കരുതിയിട്ട് കയറണമാണ്. താഴെ വിൻഡോ തുറന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ മൂപ്പരിനിപ്പോൾ വഴി കണ്ടെത്തി പോകാൻ കുറേ സമയമാവും. അപ്പോൾ തുറന്ന് വെച്ചെടുത്തിട്ട് ഞാൻ പോവുക ചെയ്യാട്ടോ. അത് സാധാരണ ഇത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ടെൻഷനാണ്. അപ്പോൾ അധികം ആ ഗ്ലാസ്സിൽ പോയി മുട്ടിയിട്ട് ടയേർഡാവും. അപ്പോൾ സാവകാശം വഴിയൊക്കെ കണ്ടുപിടിച്ച് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാനിങ്ങ് മാറി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കുറേ സമയമായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിയിരുന്നു. അപ്പോൾ പോയിട്ടോ, പുറത്തോട്ട് പോയി. അതാ ആൾ പോയി. മാജി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് സൈഡിൽ പോയിട്ട് ഡോർ അടക്കാത്തതുകൊണ്ട് ഇറങ്ങാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു ഞാൻ. വെയിലാകുന്നതിന് മുന്നേ ബാക്ക് സൈഡിലുള്ള തൈകളൊക്കെ നനച്ചിട്ട് അകത്തേക്ക് കയറണം. പിന്നെയാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുക. അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും നല്ല ചൂടല്ലേ, വെയിലൊക്കെ ആവും. ഇപ്പോൾ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ആകെ മെസ്സിയായിട്ട് കിടക്കുക കേട്ടോ. ഇതവിടെ അടുക്കള ഭാഗത്ത് കുറച്ച് തൈകൾ ഞാൻ ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഒന്നും വലിയ ഉഷാറൊന്നുമില്ല ഡ്രമ്മിലായതുകൊണ്ട്. പ്രത്യേകിച്ച് ഒരു ദിവസം നനക്കാതായാൽ തന്നെ ആകെ കരിച്ചിൽ വരിക കേട്ടോ. ഇതിൽ ഞാൻ മണ്ണും വളവും ചകിരിച്ചോറും ഒരേ അനുപാതത്തിലാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് ഈർപ്പം പോവുകയാണ്. ചകിരിച്ചോറ് പെട്ടെന്ന് നനയുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളം വാർന്ന് പോവുകയും ചെയ്യുമല്ലോ. അതാണ് തോന്നുന്നുണ്ട് പെട്ടെന്ന് ചൂടിൻ്റെ അത് എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. ഈ മാവ് ഇപ്പോൾ പൂത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കാണിച്ച മാവും പൂത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ കായ്മുരിങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ തൈയാണ്. ചെറിയ തൈയായിരുന്നു, ഇപ്പം അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ 2 തക്കാളി തൈയും വെച്ചിട്ടുണ്ട്. ഇതിലിതാ ഈ പറഞ്ഞ പോലെ 2 ദിവസം നന തെറ്റിയപ്പോൾ ഉണങ്ങിപ്പോയതായിരുന്നു റംബുട്ടാൻ്റെ തൈ. അപ്പോൾ ഞാൻ അതിൽ വൈതന തൈ വെച്ചു. റംബുട്ടാൻ്റെ തൈ ഉണങ്ങിയത് ഞാൻ പറിച്ചിട്ടിട്ടില്ല കേട്ടോ. അല്ല, സപ്പോർട്ടിനൊക്കെ കെട്ടി കൊടുക്കാനൊക്കെ വേണ്ടി അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചെടുത്ത് നിർത്തിയതാണ്. പിന്നെ അതൊരു പ്ലാവിൻ്റെ തൈയാണ്. ഇതിലും കറിവേപ്പിൻ്റെ തൈൻ്റെ ഡ്രമ്മിലും ഞാൻ ചീരവിത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശീർവാദിൻ്റെ ആട്ടപ്പൊടി വാങ്ങിയപ്പോൾ ഒരു ചീരവിത്തിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഇട്ടായിരുന്നു. ഇപ്പം ആഴ്ചയിൽ 2 ദിവസം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട് കറിവേപ്പ്. ഇപ്പം ഞാൻ കിച്ചൺ കമ്പോസ്റ്റിൻ്റെ സ്ലറി ഉണ്ടല്ലോ, അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം കറിവേപ്പ് ഇങ്ങനെ ഇളച്ച് വരുന്നുണ്ട്. കറിവേപ്പ് നന്നാവണേ ഉണ്ടായിരുന്നില്ല. ഈ ചട്ടിയിലുള്ള കറിവേപ്പ് ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ആകെ നാശമായിപ്പോയി. പിന്നെ ഇപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് എത്തി ക്ലീൻ ചെയ്യാനായിട്ട്. അടുക്കള ക്ലീൻ ചെയ്ത് അകവും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ കേട്ടോ.
ഇനിയിപ്പോൾ ഈ ഫാമിലി ലിവിങ് ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഈ സോഫ എപ്പോഴും മെസ്സി ആയിട്ട് കിടക്കുക കേട്ടോ. ഇതിലാണ് എല്ലാ പരിപാടിയും മോൻ്റെ ടി വി കാണലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കലും ആകെ വൃത്തികേടായിട്ടുണ്ട്. സോഫ ഒന്ന് വാക്യൂം ചെയ്ത് ക്ലീൻ ചെയ്യണം. ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിലാണ് ഞാൻ റിമോട്ടും ഇതൊക്കെ വെക്കുക. ആ ടേബിൾ പഴയൊരു മേശയായിരുന്നു കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ടേബിളിൻ്റെ സൈസ് ടീപ്പോയിൻ്റെ സൈസ് ആക്കിയെടുത്തതാണ്. ഇത് ഇവിടെ ഇടണോണ്ട് നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ റിമോട്ട് അതേപോലെ ചാർജറുകൾ ഒക്കെ നമുക്ക് വെക്കാനായിട്ട് നല്ല സൗകര്യമാണ്. ഇനിയിപ്പോൾ സോഫ ഒന്ന് വാക്യൂം ചെയ്തെടുക്കണം. ഈ സോഫിൻ്റെ ക്ലോത്ത് ഒന്ന് മാറ്റണം വിചാരിക്കുന്നുണ്ട്. മോനത് കത്രിക കൊണ്ട് കുത്തിയിട്ടൊരു ഹോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിതിപ്പോൾ അത് റമദാൻ ആകുമ്പോഴേക്കിനൊന്ന് മാറ്റണം എന്നൊക്കെയുള്ള പ്ലാനിലാണ്. അത് ഞാൻ ഇന്ന് പോയിട്ട് ക്ലോത്ത് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ തന്നെ ചെയ്യാം വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്യട്ടെ. ഒരു കളയാനുള്ളതാണെങ്കിലും നമ്മളിങ്ങനെ യൂസ് ചെയ്യല്ലേ. ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ടി വി കണ്ട് കിടക്കുമ്പോൾ മോന് ഈ ചുമരിലിങ്ങനെ ചവിട്ടിയിട്ട് എപ്പോഴും നല്ല അഴുക്കുണ്ടാവും. എന്നും ഇവിടെ തുടക്കുന്ന കൂട്ടത്തിൽ ഈ ചുമര് സ്പ്രേ ചെയ്തിട്ട് തുടക്കാറുണ്ട് ഞാൻ കേട്ടോ. എന്നാലും പെയിൻറ്റിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളെ വീട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ പുട്ടിയിട്ടിട്ടില്ല. പ്ലാസ്റ്ററിങ് ചെയ്തത് അത്ര ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിരുന്നു കേട്ടോ. പുട്ടിടുമ്പോൾ അങ്ങനെ ഒരു മുരിപ്പായിട്ട് പൊങ്ങി വരുന്ന പ്രശ്നമുണ്ടല്ലോ, അതെല്ലായിടത്തും ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ പുട്ടിടണ്ടെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തവരോട് പ്രത്യേകം പറഞ്ഞതായിരുന്നു നമ്മൾ പുട്ടിടാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഫിനിഷിംഗ് ആയിട്ട് ചെയ്താൽ മതി, പണി കൂടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ പുട്ടീൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ലേബർ ചാർജ് ഒരുപാട് വരുമല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ കൂടുതൽ വരുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ഒന്നുകൂടെ ഫിനിഷിങ് ആക്കുമ്പോൾ നമ്മൾ പറഞ്ഞാലാണ് നമ്മളെ വീട് പുട്ടിയിട്ടിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവാറുള്ളൂ. അത്രയും ക്ലിയർ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ തന്നെയുള്ള പ്ലാസ്റ്ററിങ്ങിൻ്റെ പണിക്കാരെ കൊണ്ടാണ് ചെയ്യിച്ച് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യണേ, ഡിഷ് വാഷും വിനാഗിരിയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഇതന്നെ സ്പ്രേ ചെയ്ത് ഞാൻ എപ്പോഴും തുടക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ സോഫ ഒന്ന് വാക്യൂം ചെയ്യട്ടെ. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ഭയങ്കര മടി കേട്ടോ. എന്താണെന്നറിയില്ല. ഒന്നാമത് നോമ്പിൻ്റെ ക്ലീനിങ്ങും പ്രത്യേകിച്ചൊരു ക്ലീനിങ്ങൊന്നും ചെയ്തിട്ടില്ല. എന്നാലും കുറേ ക്ലീനിങ്ങും അതൊക്കെ ആയിട്ട് എന്നും ഓരോ ജോലിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മാജിക്ക് സുന്നത്തിൻ്റെ ഇത് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കലും ഒക്കെ കൂടെ ആയിട്ട് പിന്നെ ഒരു ജോലിക്ക് പോകാൻ അയക്കുണ്ടായിരുന്നില്ല. അവനിങ്ങനെ 2-3 ദിവസം ഇളകാതെ കിടന്നു പേടിച്ചിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഇരിക്കണമായിരുന്നു. അവന് തനിച്ചല്ലേ. അപ്പോൾ കിച്ചണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവന് ബോറടിച്ചിട്ടായിരിക്കും ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ ഫ്ലോർ ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യൂല കേട്ടോ. അത് റോബോ വാക്യൂം ക്ലീനറാണ് ചെയ്യുക. ഇന്നലെ ഞാൻ തുടച്ചതാണ്. 4 ദിവസമൊക്കെ കൂടുമ്പോൾ 2 ഞാൻ തുടക്കുക. അല്ലാത്തപ്പോൾ മോന് വല്ല ഫുഡ് വേസ്റ്റൊക്കെ ആക്കിയിട്ട് എനിക്ക് വൃത്തിയില്ല തോന്നുകയാണെങ്കിൽ ഞാൻ മോപ്പ് കൊണ്ട് തുടക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലീനിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.